കർത്താവിന്റെ കൃപ ചൊരിയുകയാണ്. അന്ത്യകാലാഭിഷേകം കരങ്ങളടിച്ചുകൊണ്ട് സകല ജനത്തിന്മേലും കൊയ്ത്തുകാല സമയമല്ലോ ആത്മാവിൽ നിറയ്ക്കണമേ. കരങ്ങളടിച്ചുകൊണ്ട് അന്ത്യകാലാഭിഷേകം സകല ജനത്തിന്മേലും കൊയ്ത്തുകാല സമയമല്ലോ ആത്മാവിൽ നിറയ്ക്കണമേ. കരങ്ങൾ ഉയർത്തി പോലെ ഇറങ്ങണമേ. ഓരോ കുടുംബങ്ങളിലും പതിയണമേ. ഓരോ വ്യക്തികളിലും കാറ്റായി വീശണമേ. സഭയിൽ മുഴുവനിലും ആത്മനദിയായി ഒഴുകണമേ. ശക്തമായി തീ പോലെ ഇറങ്ങണമേ. ഉടമ്പടി നിയോഗങ്ങളില് പതിയണമേ. കാറ്റായി വീശണമേ. ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ. ഓരോ ദൈവമക്കളിലും പതിയണമേ. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന മക്കളില് വീശണമേ. കൃപാസന ശുശ്രൂഷയില് അന്ത്യകാല അഭിഷേകം സകല ജനത്തിന്മേലും കൊയ്ത്തുകാല സമയമല്ലോ ആത്മാവിൽ നിറയ്ക്കണമേ. അന്ത്യകാല അഭിഷേകം സകല ജനത്തിന്മേലും കൊയ്ത്തുകാല സമയമല്ലോ ആത്മാവിൽ നിറയ്ക്കണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എൻ്റെ ദൈവത്തിനെ ഇതിൻ്റെ എല്ലാത്തിനും അകലേക്ക്, അതായത് കർത്താവിൻ്റെ നിൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന പീഡാസഹനങ്ങൾ യേശുക്രിസ്തുവിൻ്റെ പീഡാസഹനങ്ങളോട് കൂടി കൂട്ടിവെക്കാൻ, ചേർത്ത് വെക്കാൻ, സമർപ്പിക്കാൻ നീ എടുക്കുന്ന സമയമാണ് യേശുവിനെ അറിയാനുള്ള സമയം. ആ സമയം തന്നെയാണ് നിൻ്റെ പുനരുത്ഥാന ആസ്വാദനത്തിന് നിൻ്റെ ആത്മാവെടുക്കുന്ന സമയം. അതുകൊണ്ടാണ് ഏകസത്യദൈവമായ നിന്നെയും നീ അയച്ച യേശുക്രിസ്തുവിനെയും അറിയുകയാണ് നിത്യജീവൻ. ഇതൊരറിവാണ്. Whatever happened to us, it must be known, it must be seen through the eyes of Jesus. നമ്മുടെ ജീവിതത്തിൽ എന്ത് ഉണ്ടായാലും അത് കർത്താവിൻ്റെ കണ്ണുകളിലൂടെ കാണാൻ നീ എടുക്കുന്ന സമയം തന്നെയാണ് ഉത്ഥാനത്തിൻ്റെ അനുഭവ സമയം. എന്താ അങ്ങനെ പറയാൻ കാരണം? ഇപ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം 17:3 ഏറ്റു പറഞ്ഞ് ഏകസത്യദൈവമായ നിന്നെയും നീ അയച്ച യേശുക്രിസ്തുവിനെയും അറിയുകയാണ് നിത്യജീവൻ. അതായത് എല്ലാ വിഷയങ്ങളിലും ഇപ്പം പലതരത്തിലുള്ള രോഗികൾ, ഇപ്പം ക്യാൻസർ രോഗികൾ, എപ്പിലെപ്സി രോഗികൾ, കരൾ രോഗികൾ, അതുപോലെ തന്നെ ഈ ന്യൂറോട്ടിക്കായിട്ടുള്ള രോഗങ്ങളില്ലേ, അതുപോലെയുള്ള രോഗികളെ ഒക്കെ അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ അവരുടെ തലയെ കൈവെക്കുമ്പോൾ കർത്താവ് ചിലരോട് പറയും ഇത് സുഖപ്പെടും, പക്ഷേ ഇത് സുഖപ്പെടുത്തില്ല. ഇത് നീ അവൻ്റെ അമ്മയോട് പറയണം, അവൻ്റെ അപ്പനോട് പറയണം. അപ്പനും അമ്മയുമാണ് മക്കളുടെ കാര്യത്തിൽ. മക്കളുണ്ടാക്കുന്ന അധ്വാനം ഇല്ലേ മക്കളെ, മക്കളുണ്ടാക്കുന്ന അവർ വേലയെടുക്കുന്ന ആർക്ക് വേണ്ടിയാണ്? മാതാപിതാക്കന്മാർക്ക് വേണ്ടി അല്ലേ, അടിസ്ഥാനപരമായിട്ട്. പിന്നെയാണ് സഹോദരങ്ങളെ വരണത്. നമ്മൾ വേലയെടുക്കുന്ന ആർക്ക് വേണ്ടിയാണ്? മക്കൾ മാതാപിതാക്കന്മാർക്ക് വേണ്ടിയാണ്. അല്ലെങ്കിൽ പിന്നെയാണ് ബാക്കിയുള്ള സാധനങ്ങളെല്ലാം വരണത്. ഇതുപോലെ നമ്മുടെ വരുമാനത്തിൻ്റെ ആദ്യ പങ്കാളി ആരായിരിക്കും? മാതാപിതാക്കന്മാരായിരിക്കും അല്ലേ? നമ്മുടെ മക്കളുടെ വരുമാനത്തിൻ്റെ ആദ്യ പങ്കാളി ആരായിരിക്കും?
മാതാപിതാക്കന്മാരായിരിക്കും. കല്യാണം കഴിക്കണവരെ, കല്യാണം കഴിക്കുമ്പോൾ പ്രഥമ പങ്കാളി വൈഫായിട്ട് അല്ലെങ്കിൽ ജീവിത പങ്കാളി ഭർത്താവായിട്ട് വരും. ഈ ബന്ധങ്ങളിലെല്ലാം ഭൗതിക വരുമാനത്തിൻ്റെ അതേ അവകാശികൾ തന്നെയാണ് അവരുടെ ആത്മീയ വരുമാനത്തിൻ്റെ അവകാശികളും. ഈ ഗോട്ട് ദ പോയിന്റ്. പറഞ്ഞു മനസ്സിലായ? അതായത് ഒരു ഭൗതിക വരുമാനത്തിൻ്റെ പ്രഥമ അവകാശികൾ ദ്വിതീയ അവകാശികൾ തന്നെയായിരിക്കും അവരുടെ ആത്മീയ വരുമാനത്തിൻ്റെയും അവകാശികൾ. നീ മക്കൾക്ക് വേണ്ടി കർത്താവിൻ്റെ നാമത്തിൽ സഹിക്കുമ്പോൾ, അതുപോലെ തന്നെ മക്കൾ മാതാപിതാക്കന്മാർക്ക് വേണ്ടി സഹിക്കുമ്പോൾ നിങ്ങൾക്കുള്ള കൃപയുടെ അലോട്ട്മെൻറ്റ് ആർക്ക് വേണ്ടി നിങ്ങൾ ഉത്തരവാദിത്വത്തോടുകൂടി ദൈവിക ആഗ്രഹപ്രകാരം ദൈവം ഏൽപ്പിച്ച ഉത്തരവാദിത്വത്തെ പ്രതി അത് ഏറ്റെടുക്കുന്നുവോ അവർക്ക് ആ കൃപയുടെ പങ്കാളികൾ അവരായിരിക്കും. ഇപ്പോൾ എന്നോട് ഓട്ടിസം ഉള്ള രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ ചില ഓട്ടിസം മാറാൻ പാടാണെന്ന് തന്നെ ഇത് അവർക്ക് കൊടുത്തിരിക്കുന്ന വിശുദ്ധീകരണ നടപടിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉടനെ ഈശോയോട് പറയും, ഈശോ ഞാൻ കുഞ്ഞിൻ്റെ ഓട്ടിസമുള്ള കുഞ്ഞിൻ്റെ ശിരസ് കൈവച്ച് പ്രാർത്ഥിക്കുകയാണ്. എന്തിനാണെന്നറിയാവോ? ഈ കുരിശ്, ഇത് കുരിശാണല്ലോ, ഈ കുരിശിൽ നിന്നുണ്ടാകുന്ന പൂക്കൾ, ഉയർപ്പിൻ്റെ പൂക്കൾ, ഉത്ഥാനത്തിൻ്റെ പൂക്കൾ, ഉയർപ്പിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഫലം, ഇത് മുഴുവനായിട്ട് അമ്മയ്ക്ക് തിരിച്ചറിഞ്ഞ് അത് സ്വീകരിക്കാനുള്ള കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുക. യേശുക്രിസ്തു എന്ന് പറയുമ്പോൾ കഞ്ഞിയും കപ്പയും മീനും ഇറച്ചിയും മുതലായ രോഗസൗഖ്യമുതലായ ഭൗതിക കാര്യങ്ങൾ മാത്രമല്ല, അതൊരു 10%. നിത്യതയോളം നിലനിൽക്കുന്ന കൃപയാൽ നീ നിറയപ്പെടാൻ വേണ്ടി ചില സമയത്ത് നിനക്ക് കർത്താവ് അങ്ങനെ ഒരു കുഞ്ഞിനെ തന്നാൽ അത് കർത്താവിൻ്റെ നാമത്തെ സ്വീകരിക്കുന്ന അനുസരിച്ച് കൊണ്ട് നിത്യതയിൽ നിൻ്റെ ഓഹരി വർദ്ധിച്ചുകൊണ്ടിരിക്കും. അതാണ് ഞാനത് പറഞ്ഞതിൻ്റെ അർത്ഥം. ശ്രുതികട ഹല്ലേലൂയ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, എല്ലാ ക്യാൻസർ രോഗികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ലിവർ സംബന്ധമായ രോഗമുള്ളവര്, ഹൃദയ സംബന്ധമായ രോഗമുള്ളവര്, ഓട്ടിസം ഉള്ളവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ശുശ്രൂഷയിൽ പങ്കെടുത്ത് നിയോഗങ്ങൾ സമർപ്പിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അത് ഏറ്റെടുക്കാനുള്ള കൃപ കർത്താവേ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സൗഖ്യം വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങളുയർത്തി ശക്തമായി സ്തുതിക്കട്ടെ. ആരാധന, കരങ്ങൾ വീശി എല്ലാ രോഗികളെയും സ്പർശിക്കണമേ. ഇനി പുനരുത്ഥാനത്ത് അതായത് ഒരു പാഷൻ, ഒരു വേദന യേശുവിൻ്റെ നാമത്തിൽ സ്വീകരിക്കാനെടുക്കുന്ന സമയം തന്നെയാണ് യേശുവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ആനന്ദം അനുഭവിക്കാനെടുക്കുന്ന സമയം ഭയങ്കര സീരിയസ് വിഷയമാണ്. ഇനി ഇതിൻ്റെ വേറെ രസം, ഈ സംഭവം, ഈ സമയം എങ്ങനെ ചുരുക്കാം? അവർ നെക്സ്റ്റ് പോയിന്റ് എന്താണ് പറയണത്? ഒരു വേദന യേശുവിൻ്റെ നാമത്തിൽ എടുക്കാനുള്ള സമയം എങ്ങനെ ചുരുക്കാം എങ്കിൽ നിൻ്റെ പുനരുത്ഥാനത്തെ അനുഭവത്തിൻ്റെ സമയവും ചുരുക്കാൻ പറ്റും. പറഞ്ഞു മനസ്സിലായ? നിൻ്റെ ജീവിതത്തിൽ വരുന്നൊരു വേദന, അയൽവാസിയുടെ പാരവെപ്പോ സൂചിവെപ്പോ കള്ളക്കേസ് കൊടുക്കുകയോ, നീ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി പോലീസുകാരൻ നിന്നെ ചെയ്യാത്ത കുറ്റത്തിന് അടിക്കുകയോ എന്നാ ചെയ്താൽ നമ്മൾ രക്ഷപ്പെട്ടെ. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഒരിക്കൽ ഒരു ചേച്ചി എന്നോട് പറഞ്ഞേ, എൻ്റെ അച്ഛാ, എന്നെ ഒരു കാരണമില്ലാതെയാണ് ഇപ്പോൾ ഭർത്താവ് എന്നെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കണത്. അപ്പോൾ ഞാൻ പറഞ്ഞ്,
ഇപ്പം കർത്താവിനെ പോലെ ആയല്ല, രക്ഷപ്പെട്ടില്ല എന്ന് ചോദിച്ചു. എന്താണ് ചോദിച്ചത്? ഇപ്പം കർത്താവിനെ പോലെ ആയല്ല, രക്ഷപ്പെട്ടില്ലെന്ന്. അച്ഛൻ എന്താ അങ്ങനെ പറഞ്ഞത്? അല്ല, കർത്താവല്ലേ ഒരു കാരണമില്ലാതെ പീഡനം മേടിച്ചത്. അതാണ് സാധനം. പക്ഷെ അത് പെട്ടെന്ന് തോന്നണം നമുക്ക്. അതിനാണ് ഈ പരിശുദ്ധാത്മാവിൻ്റെ കണ്ടൻറ്റിൻ്റെ പ്രസംബന. ജഡാത്മാവാണെങ്കിൽ ഒരിക്കലും തോന്നത്തില്ല. ഇപ്പം കർത്താവിനെ പോലെ ആയല്ലോ എന്ന് വെച്ചാൽ ഞാൻ അച്ഛൻ എന്താ കാര്യം? സംശയം കൊണ്ട് ഇടിമേടിച്ചതാണ് ഈ പരിപാടി. ഒരു കാരണമില്ല അതിനകത്തേക്ക്, സംശയ രോഗമാണ്, അതുകൊണ്ട് ഇടിമേടിച്ചതാണ്. അപ്പോൾ ഒരു കാരണമില്ല അതിന് ഇടിച്ചെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പം കർത്താവിനെ പോലെ ആയല്ല. അപ്പോൾ അവർക്ക് വിറഞ്ഞ് എൻ്റെ അടുത്ത്, എന്താണ് വെച്ചാൽ ഇങ്ങനെ പറയണത്, കർത്താവിന് സംശയ രോഗമാണെന്ന്. അതാണ് അവർ ചോദിക്കണത്. ഞാൻ പറഞ്ഞ അല്ല, കർത്താവാണ് കാരണം കൂടാതെ ഒരു കാരണമില്ലാതെ അടി വാങ്ങിച്ചത്. അവർ കാരണം കൂടാതെ എന്നെ പ്രഹരിച്ചു എന്നല്ലേ ബൈബിൾ പറയണത്. അപ്പോൾ ഒരു കാരണമില്ലാതെ നീ ഒരു പീഡാനുഭവം, നിന്നെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി, നിന്നെ കള്ളക്കേസിലാക്കി. അപ്പോൾ ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എന്നെ ഇങ്ങനെ ആക്കിയതെന്ന് ചോദിച്ചില്ലേ? ഒരു കാരണമില്ലല്ലോ. അപ്പം നമ്മളോർക്കും അപ്പം നമുക്ക് വൈരാഗ്യം, വിദ്വേഷം, നിരാശ, എല്ലാ വികാരങ്ങളും കയറും. കാര്യം നമ്മൾ പ്രതിയല്ലല്ലോ ഇതിൻ്റെ അകത്ത്, എന്നിട്ട് നമ്മൾ ശിക്ഷിക്കപ്പെടുന്നില്ലേ? പക്ഷെ ആ സമയത്ത് സെക്കൻഡുകൾക്കുള്ളിൽ നിനക്ക് പറയാൻ പറ്റണം, കാരണം കൂടാതെ പീഡ അനുഭവിച്ചത് ഈശോയാണ്. അപ്പം ഞാൻ ഈശോയുടെ കൂടെ ഇത് കൂട്ടിവെക്കുമ്പോൾ ഞാൻ ഈശോനെ പോലെയാകും. ഈശോനെ പോലെ ആയല്ലോ, കറക്റ്റല്ലേ? അത് ഇതിനെടുക്കണ സമയം, അത് നിനക്ക് ഉണ്ടാകുന്ന വൈകാരിക ആഘാതങ്ങളും വേദനകൾക്ക് നീ അത് കർത്താവിനെ പ്രതി എടുക്കുന്ന സമയം. ചിലർക്ക് 10 കൊല്ലം എടുക്കും, ചിലർക്ക് ചത്താലും എടുക്കത്തില്ല. ചിലർ വെറുപ്പോടെ മരിക്കുന്നവരെ കണ്ടിട്ടില്ലേ? ഞാൻ എത്ര അടുത്ത് പോയിരുന്നവർ മരിക്കാൻ നേരത്ത് ഒടുക്കത്തെ കൊടുത്ത് കുർബാന കൊടുത്ത് ഉപദേശിച്ചാലും അവരെ വെറുപ്പോടെ തന്നെ മരിക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ 1500 പേരെങ്കിലും ഞാൻ ഒടുക്കത്തെ കൊടുത്തിട്ടുണ്ട്. മരിക്കാൻ നേരത്ത് ഒരു 200 പേരുടെയെങ്കിലും കൂടെ ഞാൻ മരിക്കണ സമയത്ത് കരം പിടിച്ച് കൂടെ ഇരുന്നിട്ടുണ്ട്. അവർ ജീവൻ എടുത്തു കഴിഞ്ഞിട്ടാണ് ഞാൻ കൈവിടത്തുള്ളായിരുന്നു. അങ്ങനെ ഒക്കെ നോക്കുമ്പോഴും എൻ്റെ മനസ്സിൽ അവസാന നിമിഷം വരെ വെറുപ്പ് മാറാതെ കർത്താവിലേക്ക് ജീവൻ വെടിഞ്ഞിട്ടുള്ള ആൾക്കാരുണ്ട്. അതിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചിലർ കണ്ണുകൊണ്ട് കാണുക, ചെവി കൊണ്ട് കേൾക്കുക, ഹൃദയം കൊണ്ട് ഗ്രഹിക്കുക അസാധ്യം. അവരെ ഹൃദയം കഠിനമാക്കിയിരിക്കുന്നുവെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് അവസാന നിമിഷം വരെ ഹൃദയം കഠിനമാക്കുന്നതും കണ്ണുകൊണ്ട് കാണുന്നതും തമ്മിൽ ബന്ധമുണ്ട്. ഈ കണ്ണല്ല ഉദ്ദേശിക്കുന്നത്, ആന്തരിക നേത്രമാണ്. ഞങ്ങളാകട്ടെ യേശുക്രിസ്തുവിൻ്റെ മനസ്സറിയുന്നു എന്ന് പറഞ്ഞ അപ്പോസ്തലന്മാർ പറഞ്ഞ ആന്തരിക നേത്രമില്ലേ, എല്ലാ കാഴ്ചകളും ദൈവം കാണുന്ന പോലെ കാണാനുള്ള കഴിവിനാണ് ആന്തരിക നേത്രമെന്ന് പറയുന്നത്. എഫെസ്യസ് 1:18. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവായ ദൈവമേ, അങ്ങേപോലെ ജീവിക്കാൻ, അങ്ങേപോലെ ആയിത്തീരാൻ കർത്താവേ, ഇപ്പോൾ ആരാധനയിൽ പങ്കെടുക്കുന്നവര്, ഉടമ്പടി നിയോഗങ്ങൾ സമർപ്പിക്കുന്നവര്, ഓരോ മക്കളുടെ മേലും കൃപ ചൊരിയണമേ. യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. എഫെസ്യസ് 1:18. ഏത് തരത്തിലുള്ള പറഞ്ഞേ ഏത് തരത്തിലുള്ള പ്രത്യാശയിലേക്കാണ് അവിടുന്ന് നിങ്ങളെ വിളിച്ചിരിക്കുന്നതെന്ന് അറിയുവാനും വിശുദ്ധർക്ക് അവകാശമായി അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന മഹത്വത്തിന്റെ സമൃദ്ധി മനസ്സിലാക്കാനും നിങ്ങളുടെ ആന്തരിക നേത്രങ്ങളെ അവിടുന്ന് പ്രകാശിപ്പിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന,
യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. കരങ്ങളടിച്ചുകൊണ്ട് ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. യേശു കർത്താവ് ജീവിക്കുന്നു. അപ്പോൾ എന്ത് സംഭവിച്ചാലും ആരിലൂടെ സംഭവിച്ചാലും വിശുദ്ധർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന മഹത്വത്തിൻ്റെ സമൃദ്ധി, അവിടെ മഹത്വത്തിൻ്റെ സമൃദ്ധി എന്നാണ് പറയണത്. മഹത്വം എന്ന് പറയുമ്പോൾ പാല് തന്നെയുണ്ട്, നല്ല കട്ടിപ്പാലുണ്ട്, വെള്ളം ചേർത്ത പാലുണ്ട്. പാലും വെള്ളവും കൂടി പാലിനേക്കാൾ കൂടുതൽ വെള്ളമുള്ളവരുണ്ട് അല്ലേ, അങ്ങനെ ചേർത്തൊക്കെ കൊടുക്കും. അതുപോലെ സമർത്ഥം, മഹത്വത്തിന് തന്നെ സമൃദ്ധിയുടെ വിഷയങ്ങളുണ്ട്. അപ്പം ചില ആൾക്കാർ എന്നോട് പറയുക, അപ്പൻ പെണ്ണുപിടിയനൊക്കെ ആയിരുന്നു വെച്ചാൽ, ചില 10-50 വയസ്സുള്ള ആണുങ്ങൾ വന്നിട്ട് മരിച്ചുപോയ അപ്പനെക്കുറിച്ച് പുച്ഛത്തോടെ സംസാരിക്കും. അപ്പൻ പെണ്ണുപിടിയനൊക്കെ ആയിരുന്നു വെച്ചാൽ അതിൻ്റെ ബുദ്ധിമുട്ടാണ് ഞങ്ങൾ അനുഭവിക്കുന്നത്. കുറേ വസ്തുക്കളൊക്കെ ഉണ്ടായിരുന്നു, അപ്പം എല്ലാം വിറ്റ് തുലച്ച് ഇപ്പം ഞങ്ങൾ മക്കൾ കിടന്ന് വിഷമിക്കുകയാണ്. ഇങ്ങനെ പൂർവ്വപിതാക്കന്മാർ നമുക്ക് തന്നിട്ട് പോയ ദുഃഖങ്ങൾ ഇനി നമുക്ക് ഇപ്പോഴും നിരാശയാണ്. നമുക്ക് ഈ നിരാശയെപ്പോലും നമുക്ക് പ്രത്യാശയാക്കി മാറ്റാൻ പറ്റും. എന്താ കാര്യം? ഇത് ക്രിസ്തുവിന് കാലമില്ല. ക്രിസ്തുവിന് കാലമില്ലാത്തത് കാരണം ഇന്നലെ ഇല്ല, നാളെ ഇല്ല, എവർ പ്രസൻറ്റാണ്, നിത്യവർത്തമാനത്തിലാണ്. അതുകൊണ്ട് ഇന്നലെ സംഭവിച്ച കാര്യം ഇന്ന് സംഭവിച്ച പോലെയാണ് ക്രിസ്തുവിന്, നാളെ സംഭവിക്കാൻ പോണതും ഇന്ന് സംഭവിക്കണ പോലെയാണ് ക്രിസ്തുവിന്. അതുകൊണ്ട് അപ്പൻ കഴിഞ്ഞ ഭൂതകാലത്ത് നിന്നോട് ചെയ്തിട്ടുള്ള അപരാധങ്ങൾ ക്ഷമിച്ചാൽ, ഇപ്പോൾ ക്ഷമിക്കുമ്പോഴും അത് നിനക്ക് വരുമാനമായി, കൃപയുടെ വരുമാനമായി, ക്രിസ്തുവിൻ്റെ ദാനമായി മാറും. ശ്രുതികട ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അവിടുത്തെ ആത്മാവ് ഞങ്ങൾക്ക് നിറയ്ക്കണമേ, ക്ഷമിക്കാനും സഹിക്കാനും അങ്ങനെ കൃപയുടെ വരുമാനം കൂട്ടാൻ പരിശുദ്ധാത്മാവ് നൽകണമേ. എല്ലാവരും അനുഗ്രഹത്തിൽ ചേർന്ന് പാടാം. അനുദിനം പാദഗതിയെ അടിയുവിൻ കൃപമതിയെ, അനുദിനം പാദഗതിയെ അടിയുവിൻ കൃപമതിയെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഇനി ഒരു കാര്യം കൂടി പറയാം, എന്നിട്ട് നമുക്ക് രോഗസൗഖ്യ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം. അതായത് പുനരുത്ഥാനത്തിന് ഒരു വ്യക്തിക്കുണ്ടാകുന്ന പീഡാസഹനങ്ങൾ, സങ്കടങ്ങൾ, മാനസികവും ശാരീരികമായ ക്ലേശങ്ങൾ, അത് ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തെ പ്രതി ഒരു വ്യക്തി കാഴ്ചവെക്കുന്നത് ക്രിസ്തുവിൻ്റെ പീഡാസഹനത്തോട് ചേർത്താണ്. അതിനോട് കാഴ്ചവെച്ച് കഴിയുമ്പോൾ അത് പുനരുത്ഥാനത്തിൻ്റെ ആ വിശ്വാസ പ്രഖ്യാപനത്തിലൂടെ പുനരുത്ഥാനത്തിൻ്റെ പങ്ക് നമുക്ക് ലഭിക്കും. പക്ഷെ പ്രശ്നം അതല്ല. ഒരു വ്യക്തിക്ക് അവന് ഉണ്ടാകുന്ന ശാരീരികമായ ക്ലേശങ്ങളോ മാനസികമായ ആഘാതങ്ങളോ ക്രിസ്തുവിൻ്റെ പീഡാസഹനത്തോട് ചേർത്ത് വെച്ച് പുനരുത്ഥാനത്തിൻ്റെ പങ്കാളിയാകാൻ വേണ്ടി സമർപ്പിക്കാൻ വേണ്ടി എടുക്കണ സമയം, ആ സമയം ഞാൻ പറഞ്ഞു, ചിലർ 10 കൊല്ലം എടുക്കും, ചിലർ 5 കൊല്ലം എടുക്കും, ചിലർ ഒരു കൊല്ലം എടുക്കും, ചിലർ 1 മാസം എടുക്കും, ചിലർ വിത്തിൻ നോ ടൈം, 1 മിനിറ്റ് പോലും എടുക്കത്തില്ല. അതാണ് തത്സമയ സാക്ഷി എന്ന് പറയുന്നത്. അമ്മ പുനരുത്ഥാനത്തിൻ്റെ പിൻസാക്ഷിയും തത്സമയ സാക്ഷിയുമാണ്. കാര്യം അമ്മയുടെ ക്ലേശങ്ങൾ, മാനസികമോ ശാരീരികവുമായി വന്ന ക്ലേശങ്ങൾ ദൈവനാമത്തിൽ ഏറ്റെടുക്കാൻ അമ്മ ഒരു നിമിഷം പോലും എടുത്തില്ലെന്നുള്ളതാണ്. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ
ഹൃദയത്തിൽ സംഗ്രഹിക്കുക എന്നുള്ള ഒരു വാക്കിൽ നിന്നാണ് ആ തത്സമയ സാക്ഷ്യം വരണത്. അമ്മ ഒരു വീട്ടിലും അമ്മയുടെ നിറവേറുമായിട്ട് ചെന്നിട്ട് വീടുകളെല്ലാം കുട്ടി മുഖത്ത് കുട്ടി അടച്ചിട്ടും ചാണാക്കുഴി വന്ന് പ്രസവിച്ചിട്ടും ആരും തിരിഞ്ഞു നോക്കാതെ അട്ടടയന്മാർ വന്ന് നോക്കി നിന്നിട്ട് പോയപ്പോഴും ഇത്രയും അനാഥമായി പിന്തള്ളപ്പെടുമ്പോഴും അത് ആന്തരിക നേത്രങ്ങൾ അമ്മയ്ക്കുണ്ടായത് കാരണം എഫേസ്യസിൻ്റെ നമ്മൾ നേരത്തെ വായിച്ച എഫേസ്യസ് 1:18 എന്താണ്? അതായത് ഏത് തരത്തിലുള്ള പ്രത്യാശയിലേക്കാണ് അവിടെ നിങ്ങൾ വിളിച്ചിരിക്കുന്നതെന്ന് അറിയാനും വിശുദ്ധർക്ക് അവകാശമായി അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന മഹത്വത്തിൻ്റെ സമൃദ്ധി മനസ്സിലാക്കാനും നിങ്ങളുടെ ആന്തരിക നേത്രങ്ങളെ പ്രകാശിപ്പിക്കട്ടെ. അമ്മയുടെ ആന്തരിക നേത്രങ്ങൾ പ്രകാശിപ്പിക്കപ്പെട്ടത് കാരണം അമ്മ നിരാകരണങ്ങളൊന്നും അനുഭവിച്ചില്ല. ആരും അമ്മയെ പ്രസവിക്കാൻ വേണ്ടി ഒരു സൗകര്യം ചെയ്ത് കൊടുക്കാത്തപ്പോഴും അവസാനം കാലിത്തൊഴുത്തിൽ വന്ന് പാതിരാത്രിക്ക് കിടന്ന് പ്രസവിക്കേണ്ടി വന്നപ്പോഴും അമ്മയുടെ മനസ്സിൽ ആന്തരിക നേത്രം തുറന്നിരിക്കുകയായിരുന്നു. അത് കാരണം ആ ഇരുട്ടമ്മ കണ്ടില്ല. അമ്മ കണ്ടതെന്താണ്? ലഭിക്കാതിരിക്കുന്ന മഹത്വം. ദൈവവേദനേ, നിന്റെ ക്ലേശങ്ങളുടെ കാലത്ത് മാനസികമായോ ശാരീരികമായോ നീ പീഡിപ്പിക്കപ്പെട്ടാൽ നിന്റെ ആന്തരിക നേത്രം തുറന്നിരിക്കുകയാണെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ പീഡാനുഭവങ്ങളോട് അത് കൂട്ടുവെക്കാനുള്ള വിശ്വാസം നിന്റെ ആന്തരിക നേത്രങ്ങളെ തുറക്കും. ആന്തരിക നേത്രം തുറക്കുമ്പോൾ നമുക്ക് ലഭിക്കാതിരിക്കുന്ന മഹത്വത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ 1:18 വായിക്കത്തില്ലേ? റോമാലേഖനത്തിൽ 18:1 റോമാലേഖനം നമുക്ക് ലഭിക്കാതിരിക്കുന്ന മഹത്വത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ദൈവം എന്നേറ്റ് പറഞ്ഞേ, നമുക്ക് ലഭിക്കാനിരിക്കുന്ന വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ദൈവവേദനേ, ഒരു വിശ്വാസി എന്തോർക്കണം? ക്ലേശങ്ങളുടെ മുഖത്ത് എന്താണ് ഓർക്കേണ്ടത്? ലഭിക്കാനിരിക്കുന്ന മഹത്വത്തെ. ഈ ലഭിക്കാനിരിക്കുന്ന മഹത്വത്തെ ഓർക്കാൻ നീ എടുക്കുന്ന സമയമാണ് പിന്നെ പുനരുത്ഥാനത്തിൻ്റെ അനുഭവ സമയം. കൈയടിച്ച് കർത്താവേ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ, അതിശക്തമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. കരങ്ങൾ വീശി കാരുണ്യം ഈശോയെ, വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തെ കുറിച്ച്